കോഴിക്കോട് കോവൂരിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ആഹാരം കഴിക്കുകയല്ല ചെയ്തത്. പിന്നെയോ ഭക്ഷണശാലയെ യുദ്ധക്കളമാക്കി. ടേസ്റ്റ് ഹട്ടിനുള്ളിൽ പൊരിഞ്ഞ അടിയെന്ന് വെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 25 പേരുൾപ്പെടുന്ന സംഘത്തിന്റെ കൂട്ടത്തല്ല്. ഹോട്ടലിനുണ്ടായത് 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ്. ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് കോവൂരിൽ പ്രവർത്തിക്കുന്ന ടേസ്റ്റ് ഹട്ട് എന്ന ഹോട്ടലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യം 3 പേർ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലെത്തി. 3 അംഗ സംഘത്തിന് പിന്നാലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂടി ഹോട്ടലിലേക്ക് വന്നു. വാക്കുതർക്കം തുടങ്ങി ആദ്യം. പിന്നീടങ്ങോട്ട് സംസാരമൊന്നുമില്ല. അടിയോടടി. ആൺപെൺ വ്യത്യാസമില്ലാതെ 25 വിദ്യാർത്ഥികളാണ് ടേസ്റ്റ് ഹട്ട് എന്ന ഭക്ഷണശാലയെ യുദ്ധക്കളമാക്കിയത്. എല്ലാ പരിധിയും വിട്ടപ്പോൾ ഹോട്ടൽ ജീവനക്കാർ വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റാൻ ശ്രമം തുടങ്ങി. അത്ര പെട്ടെന്ന് ആ ശ്രമം ഫലം കണ്ടില്ല. പക്ഷേ ജീവനക്കാരുടെ ഇടപെടലിനെ തുടർന്ന് അല്പം കഴിഞ്ഞാണെങ്കിലും വിദ്യാർത്ഥികൾ അടി നിർത്തി. അപ്രതീക്ഷിത ആക്രമണത്തിൽ ടേസ്റ്റ് ഹട്ടിലെ കമ്പ്യൂട്ടറും മേശയും ഉൾപ്പെടെ നിരവധി വസ്തുവകകൾ തകർന്നു. 1.5 ലക്ഷം രൂപയുടെ നാശമാണ് വിദ്യാർത്ഥി സംഘത്തിന്റെ കൂട്ടയടിയിൽ ഹോട്ടലുടമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഹോട്ടലിനുള്ളിൽ ഈ അതിക്രമം നടത്തിയ വിദ്യാർത്ഥികളിൽ പലരും ദിവസവും ഭക്ഷണം കഴിക്കാൻ ടേസ്റ്റ് ഹട്ടിൽ വരാറുള്ളവരാണെന്ന് ഹോട്ടൽ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഇവർ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ജീവനക്കാർക്കറിയില്ല. കോഴിക്കോട് നിയമകലാലയത്തിലെ ചില വിദ്യാർത്ഥികൾ സംഘർഷത്തിന്റെ ഭാഗമായതായി ഹോട്ടലുടമ പറയുന്നു. ടേസ്റ്റ് ഹട്ടിന്റെ ഉടമ നൽകിയ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് മലയാളം, കാലിക്കറ്റ്.